ഇന്ന് രാവിലെ നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ അമ്പലപ്പുഴയിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കും. അവസാനവട്ട അനുനയത്തിന്റെ ഭാഗമായി ജില്ലാ സെക്രട്ടറി ആർ നാസർ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇന്നലെ രാത്രി വീട്ടിലെത്തി ചർച്ച നടത്തിയെങ്കിലും സുധാകരൻ വഴങ്ങിയില്ല. വാർത്താ സമ്മേളനം നടക്കുന്നതുവരെ സമൂഹ മാധ്യമങ്ങളിലോ അല്ലാതെയോ യാതൊരു പ്രകോപനവും പാടില്ലെന്ന് CPM കീഴ്ഘടകങ്ങൾക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം സുധാകരൻ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചാൽ അമ്പലപ്പുഴയിൽ സുധാകരനെ ചെക്കുവയ്ക്കാൻ VSന്റെ മകൻ VA അരുൺകുമാറിനെ അമ്പലപ്പുഴയിൽ സ്ഥാനാർത്ഥിയാക്കാൻ പാർട്ടി ആലോചിക്കുന്നു. അങ്ങനെ വന്നാൽ സലാമിനെ മാറ്റും. അങ്ങനെ വന്നാൽ അരുൺകുമാർ സ്ഥാനാർത്ഥിയാകുമോ എന്നുള്ളതാണ് പ്രാഥമിക തലത്തിലെ ആലോചന മാത്രമാണ് നിലവിൽ. മനീഷ് മാഹിപാലും ആദിൽ പാലോടും തത്സമയം ചേരുന്നു. ഈ അമ്പലപ്പുഴയിലെയും സുധാകരനുമായി ബന്ധപ്പെട്ട വാർത്തകളെല്ലാം ആദ്യം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ഞങ്ങളുടെ പ്രതിനിധി മനീഷാണ്. മനീഷ്, ഗുഡ് മോർണിംഗ്. ആദിൽ, വെരി ഗുഡ് മോർണിംഗ്. ഇന്നത്തെ വാർത്താപ്പകൽ വളരെ നിർണായകമാണ്. സുധാകരനെ സംബന്ധിച്ച്, CPMനെ സംബന്ധിച്ച്, അമ്പലപ്പുഴ കോൺസ്റ്റിറ്റ്യുവൻസിയെ സംബന്ധിച്ചും UDFനെ സംബന്ധിച്ചും ഒരു പരിധിവരെ. ഇപ്പോൾ സുധാകരന്റെ വീട്ടിലാണ് മനീഷ് ഉള്ളത്. മാധ്യമങ്ങളെ കാണാൻ ഇപ്പോഴും തയ്യാറായിട്ടില്ല. 11 മണിക്ക് മാധ്യമങ്ങളെ കാണുമ്പോൾ എല്ലാം വിശദീകരിക്കാമെന്നാണ് പറയുന്നത്. അവസാനവട്ട അനുനയ ശ്രമവും ഇന്നലെ പാളിപ്പോയത് എന്തുകൊണ്ടാണ് മനീഷ്? ആ ഉറച്ച തീരുമാനത്തിൽ തന്നെ നിൽക്കുകയാണോ സുധാകരൻ? താനിന്ന് മാധ്യമങ്ങളെ കാണും, പറയാനുള്ളത് പറയും, പറഞ്ഞിട്ടേ പോകൂ എന്ന് മനീഷ്? അതെ അരുൺകുമാർ, എന്താണെങ്കിലും പറയാനുള്ളത് സുധാകരൻ പറയും. അത് ഏത് തരത്തിലുള്ള അനുനയ നീക്കമാണെങ്കിലും മുഖ്യമന്ത്രി പോലും ഇന്നലെ വിളിച്ചു എന്നുള്ള ചില വാർത്തകൾ പ്രചരിച്ചിരുന്നു. പക്ഷേ സുധാകരൻ തന്നെ അത് നിരസിക്കുകയാണ്. അങ്ങനെ വിളിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. പാർട്ടി ജില്ലാ സെക്രട്ടറിയും ഒപ്പം തന്നെ ജില്ലാ സെക്രട്ടറി അംഗങ്ങൾ രണ്ടുപേരൊഴികെ എല്ലാവരും ഇന്നലെ രാത്രിയിൽ ഈ വീട്ടിൽ നിന്നും വന്ന് ചർച്ച നടത്തി പോയതാണ്. പക്ഷേ അവരോടൊക്കെ തന്നെ അനുനയത്തിന്റെ ഒരു രീതിയിലും സഹകരിക്കില്ല എന്ന് സുധാകരൻ പറഞ്ഞു. പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കണമെന്നും അമ്പലപ്പുഴയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കരുത് എന്നും ഇന്ന് നിശ്ചയിച്ചിരിക്കുന്ന വാർത്താ സമ്മേളനം നടത്തരുത് എന്ന 3 ആവശ്യം പാർട്ടി നേതാക്കൾ പറഞ്ഞെങ്കിലും അത് ചെവിക്കൊള്ളാൻ സുധാകരൻ തയ്യാറായില്ല. വളരെ സങ്കീർണമായ സാഹചര്യം CPMനോട്. കാരണം എതിരാളിയായി മുന്നിൽ നിൽക്കുന്നത് പാർട്ടിയെ 63 വർഷം നയിച്ച ഒരു നേതാവ് ആണ് എന്നുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ചില്ലറക്കാരനായ രാഷ്ട്രീയ എതിരാളിയല്ല. അതുകൊണ്ട് ഈ അമ്പലപ്പുഴ മണ്ഡലത്തിൽ മാത്രമല്ല സുധാകരൻ മത്സരിക്കുന്ന കാര്യം ഉറപ്പിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇത് കേവലം അമ്പലപ്പുഴ മണ്ഡലത്തിലെ ഒരു മത്സരമല്ല, സംസ്ഥാനത്താകെ പടർന്നു പിടിക്കും സുധാകരന്റെ ഈ ഒരു വിഷയം എന്നുള്ള കാര്യം പാർട്ടിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ വളരെ കരുതലോടുകൂടി മാത്രം ഈ വിഷയത്തെ നേരിടുക എന്നതാണ് CPMനെ സംബന്ധിച്ച്. അതുകൊണ്ട് തന്നെ നിലവിൽ ജനകീയനായ ഒരു നേതാവാണ് CPMന്റെ ജില്ലാ സെക്രട്ടറി അംഗം കൂടിയായിട്ടുള്ള H സലാം. പക്ഷേ H സലാമിനേക്കാൾ കൂടി കരുത്തുള്ള, കുറച്ചുകൂടി വൈകാരികമായി പുന്നപ്രയിലെയും പറവൂരിലെയും ജനങ്ങൾക്ക് വൈകാരികമായി അടുപ്പം തോന്നുന്ന VS അച്യുതാനന്ദന്റെ മകൻ VA അരുൺകുമാറിനെ കൂടി പരിഗണിച്ചുകൊണ്ട് നിലവിൽ സുധാകരന് ചെക്ക് വെക്കുക എന്ന ഒരു വലിയ രാഷ്ട്രീയ ദൗത്യത്തിലേക്ക് CPM നീങ്ങുന്നു എന്ന ഒരു പ്രാഥമിക ചർച്ച തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ VA അരുൺകുമാർ നിലവിൽ മത്സരിക്കാൻ സന്നദ്ധത അറിയിച്ചിട്ടില്ല. പ്രാഥമിക ചർച്ച മാത്രമേ നടക്കുന്നുള്ളൂ. നിലവിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗീകരിച്ച്, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗീകരിച്ച്, അത് മണ്ഡലം കമ്മിറ്റിയുടെ അടക്കം ഈ H സലാമിന്റെ സ്ഥാനാർത്ഥിത്വം റിപ്പോർട്ട് ചെയ്യുകയും മണ്ഡലം കമ്മിറ്റി വരെ അത് അംഗീകരിച്ചിട്ടുള്ളതുമാണ്. സാങ്കേതികമായി എല്ലാ MLA മാരും മത്സരിക്കട്ടെ, സിറ്റിംഗ് MLA മാരും മത്സരിക്കട്ടെ എന്ന നിലപാടിൽ തന്നെയാണ് പാർട്ടിയുള്ളത്. പക്ഷേ ഇത് ഇങ്ങനെ ഒരു B പ്ലാൻ കൂടി CPM ആലോചിക്കുന്നുണ്ട്. വളരെ നാടകീയമായ പല കാര്യങ്ങളും ചെയ്യുന്ന ഒരു പാർട്ടിയാണ് CPM. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ നമുക്ക് പാടെ തള്ളിക്കളയാൻ സാധിക്കില്ല. ഒരു സസ്പെൻസ് സ്ഥാനാർത്ഥി ചിലപ്പോൾ CPIM അല്ലെങ്കിൽ ഇടതുപക്ഷം അമ്പലപ്പുഴ ഇറക്കുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പാണ്. ഇനി ഇത് സുധാകരൻ നവനീതം വീടാണ്. ഈ വീട് ഇന്ന് രാഷ്ട്രീയ കേരളത്തിന്റെ കണ്ണും കാതും ഇന്ന് ഈ വീട്ടിലേക്ക് എത്തും. ഇന്ന് 11 മണിക്ക്, കേവലം 3 മണിക്കൂർ ശേഷം സുധാകരൻ കേവലം അമ്പലപ്പുഴയിലെ സ്ഥാനാർത്ഥിത്വം മാത്രമാണോ അതോ നേതാക്കൾക്കെതിരെ തുറന്നടിക്കുമോ? ഇന്നലെ ഈ വന്ന നേതാക്കൾ ആവശ്യപ്പെട്ടത് സുധാകരനോട് പാർട്ടിക്കെതിരെയും നേതാക്കൾക്കെതിരെയും നടത്തുന്ന പരാമർശങ്ങൾ ഒഴിവാക്കണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. സുധാകരൻ അത് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ സുധാകരൻ എന്തെങ്കിലും വെളിപ്പെടുത്താനുണ്ടോ എന്നത് മറ്റൊരു വിഷയമാണ്. പക്ഷേ സുധാകരന് നേരത്തെ ശക്തനായ നേതാവായിരിക്കെ അദ്ദേഹത്തിനെതിരെ ഉയർന്നിട്ടുള്ള ചില ആരോപണങ്ങളൊക്കെ തന്നെ പൊടി തട്ടി എടുത്തുകൊണ്ട് സുധാകരനെതിരെ ആയുധമാക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട നീക്കം. രക്തസാക്ഷിയായ സുധാകരന്റെ അനുജൻ ഭുവനേശ്വരനെ കൊലപ്പെടുത്തിയ പാർട്ടിയുടെ അതേ കൂടാരത്തിലേക്ക് തന്നെ സുധാകരൻ കടന്നു ചെല്ലുന്നു എന്ന പ്രചരണം വലിയ ഒരു പ്രത്യാക്രമണമായി, പ്രതിരോധമായി CPM തീർക്കുമെന്നെങ്കിലും അമ്പലപ്പുഴയെ സംബന്ധിച്ചും പറവൂരിലെ ജനങ്ങളെ സംബന്ധിച്ചും വൈകാരികമായ ദിവസമാണ്. സുധാകരൻ എന്ന് പറയുന്ന അവരുടെ നേതാവ് പാർട്ടി വിട്ടു പോവുക എന്ന് പറയുന്നത് എങ്ങനെ അവർ കാണും? അതുകൊണ്ട് തന്നെയാണ് കീഴ്ഘടകങ്ങളിലേക്കടക്കം ഇന്ന് വാർത്താ സമ്മേളനത്തിന് മുൻപ് ഒരു തരത്തിലുള്ള പ്രകോപനവും പാടിയുള്ള കർശന നിർദ്ദേശം ഇന്നലെ ജില്ലാ സെക്രട്ടറിയേറ്റിന് ശേഷം കീഴ്ഘടകങ്ങളിലേക്ക് കൈമാറിയത്. മനീഷ് മഹിപാൽ ഇപ്പോൾ സുധാകരന്റെ വീടിന് മുന്നിലുണ്ട്. 11 മണിക്ക് സുധാകരൻ മാധ്യമങ്ങളെ കാണും. എന്താണ് ഉള്ളിലുള്ളത് എന്നുള്ളത് മാധ്യമങ്ങളോട് തുറന്നു പറയും. ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കും എന്ന് തന്നെയാണ്.